ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതരുമേ, ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ഞായറാഴ്ച പെന്തിക്കോസ്തി ഞായറാഴ്ചയുമായി ബന്ധപ്പെടുത്തിയാണല്ലോ ചിന്തിക്കുന്നത്. ഇന്ന് പെന്തിക്കോസ്തിക്ക് ശേഷം എത്രാമത്തെ ഞായറാഴ്ചയാണ്? നിങ്ങളോട് തിരുമേനി ചോദിച്ചാൽ മനസ്സിൽ ഉത്തരം പറഞ്ഞാൽ മതി. എല്ലാ ഞായറാഴ്ചയും ആരാധനയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന സഭാമക്കളാണല്ലോ. ഇന്ന് പെന്തിക്കോസ്തിക്ക് ശേഷം വരുന്ന 7ാമത്തെ ഞായറാഴ്ചയാണ്. വിശുദ്ധ എവങ്കേലിയോനിലെ നാം വായിച്ചു കേൾക്കുന്നു, കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കും. ശാസ്ത്രിമാരും പരീശന്മാരും നന്മ പ്രവൃത്തി ചെയ്യുന്ന കർത്താവിനോട് പറയുന്നു, നീ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂബിനെ കൊണ്ടാണ്. പിശാചുക്കളുടെ ലീഡർ ലൂസിഫർ എന്ന് പറയാറുണ്ട്. അതിൻ്റെ വേറൊരു നാമമാണ് ബെൽസബൂബ്. പിശാചുക്കളുടെ തലവനായ ബെൽസബൂബിനെ കൊണ്ട് നന്മ മാത്രമായ നന്മ ചെയ്യുന്ന ഈ ലോകത്തിൽ നമുക്കായി നന്മ മാത്രം ചെയ്ത കർത്താവിനെ നോക്കിക്കൊണ്ട് പറയുന്നു, നീ ചെയ്യുന്നത് ദുഷ്ട ആത്മാവിനെ കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ദീർഘമായി സംസാരിക്കുന്നില്ല. നന്മ എവിടെ നിന്ന് പുറപ്പെടും? അങ്ങനൊരു ചോദ്യമില്ലേ? നഥാനിയേലിനെയും ഫിലിപ്പോസ് നഥാനിയേലിനെ കൊണ്ടുവന്ന് യേശുവിന് നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ? യേശുവിനെ കർത്താവിനെയും കുറിച്ചുള്ള പ്രതീക്ഷയാണ്. നസ്രയത്തിൽ നിന്ന് നന്മയുണ്ടാകും. ഫിലിപ്പോസും നഥാനിയേലും ഒക്കെ ഈ നന്മ തേടി വന്നവരാ. സെബിദി മക്കൾ മീൻ പിടിച്ചുകൊണ്ടിരുന്നവരാ. പത്രോസും അന്ത്രയോസും എല്ലാവരും ഒന്നിലേക്ക് നോക്കി. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ആ നന്മ എന്താണത്? എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ്റെ ചെരുപ്പുകളുടെ വാറ് കുനിഞ്ഞ് അഴിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഐ ആം ദ ലീസ്റ്റ്, ഐ ആം നത്തിങ്. അപ്പോൾ ഈ ആരാധനയെ കൂടി വന്ന ബലഹീനായ ഞാനും നമ്മളെല്ലാവരും എന്തു പറയണം? ദൈവത്തിൻ്റെ നന്മ മാത്രമായ ദൈവമായ കർത്താവായ യേശു. ഓർത്തഡോക്സ് സഭ യേശു ക്രിസ്തുവിനെ എന്താ പറയുന്നത്? കന്യാമറിയാമിനെ കുറിച്ച് ഒരു തെറ്റായ പഠിപ്പിക്കൽ നെസ്തോറിയോസ് പറഞ്ഞു. കന്യാമറിയാം യേശു ക്രിസ്തുവിൻ്റെ അമ്മയാണ്, ദൈവത്തിൻ്റെ അമ്മയല്ല. നെസ്തോറിയോസിൻ്റെ വേദവിരുദ്ധത്തിനെതിരെ സഭാപിതാക്കന്മാർ ഐകകണ്ഠ്യേന, ഒരേ കണ്ഠം, ഒരേ മനസ്സ്, ഒരേ വിശ്വാസം. യേശു തമ്പുരാൻ ദൈവമാണ്, കന്യകമറിയാം ദൈവത്തിൻ്റെ അമ്മയാണ്. പ്രിയപ്പെട്ടവരെ, അതെ, ഈ വിശ്വാസം ദൈവമായ മനുഷ്യനായി നമ്മളോടുകൂടി പാർത്ത ദൈവം, അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതേക്കുറിച്ച് വിശുദ്ധ അത്താനിയോസിയസ് എന്ന സഭാപിതാവ് മനോഹരമായൊരു വിശ്വാസം പഠിപ്പിച്ചു. God became man so that man may become God. God became man so that man may become God. ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവീകരിക്കാനാണ്. ആ മനുഷ്യരുടെ കൂട്ടത്തിലാണ് ഈ പരീശന്മാരും ശാസ്ത്രിമാരും ദൈവമായ ക്രിസ്തുവിൻ്റെ നന്മ പ്രവൃത്തി ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ടിട്ട് അവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസബൂബിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കും. നന്മയെ നന്മയെന്ന് വിളിക്കണം, തിന്മയെ തിന്മയായും കാണണം. എങ്ങനെയാ തിന്മയെ ജയിക്കുന്നത്?
നന്മ കൊണ്ട് മാത്രമാണ്. ഭൂതങ്ങളെ പുറത്താക്കുന്നവൻ നന്മ കൊണ്ട് മാത്രമാണ്. നന്മയാണവൻ, അവൻ തന്നെ നന്മ. നന്മയുടെ ഉറവിടവും നന്മയും അവൻ തന്നെ. ഗോഡ് ഈസ് സോ ഗുഡ് ടു മീ, ഗോഡ് ഈസ് സോ ഗുഡ് ടു യു, ഗോഡ് ഈസ് സോ ഗുഡ് ടു മൈ ഫാമിലി. നമുക്ക് പറയാം അവൻ എത്രമാത്രം നല്ലവനാണ്. അവൻ നല്ലവനാണെന്ന് കാണിച്ചു തന്നതാണ് നമ്മളിവിടെ ഇരിക്കുന്ന ഈ പരിമല പള്ളിയിൽ കബറടയിരിക്കുന്ന പരിമല തിരുമേനി. യേശുവിൻ്റെ ദൈവത്തിൻ്റെ നന്മയുടെ ഒരംശം മാത്രം. പരിമല തിരുമേനിക്ക് അതെല്ലാം കിട്ടിയപ്പോഴും നന്മയുടെ ഒരംശം കാട്ടാൻ പരിമല തിരുമേനി പ്രശോഭിതനായപ്പോൾ ഒരു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പരിമല തിരുമേനി പറഞ്ഞു. കൊച്ചു കുഞ്ഞുങ്ങളെ ഒത്തിരി സ്നേഹിച്ചു. ഒരു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട്, ആ കുഞ്ഞ് നന്മ മാത്രമാണ്, ശിശു, നിഷ്കളങ്കനാണ്, ഇന്നസെൻ്റ് ചൈൽഡ്, ഇന്നസെൻ്റ് ചൈൽഡ്. അതെ, ആ കുഞ്ഞുങ്ങളെ, ഒരു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് കുഞ്ഞിനോട് പരിമല തിരുമേനി പറയാ, കുഞ്ഞെ നീയാണ് പരിശുദ്ധൻ, ഞാൻ പാപിയാണ്. പരിമല തിരുമേനി പറഞ്ഞത്. നമുക്ക് പറ്റുമോ? നമ്മളെന്തൊക്കെയോ ചെയ്തു, നമ്മൾ കുറച്ച് നന്മയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ അയൽക്കാരും എൻ്റെ കുടുംബത്തിലുള്ളവരെക്കാളൊക്കെ നന്മ ചെയ്യുന്ന ആളാണെന്ന് ഞാനെന്നുള്ള അഹന്ത, അതുതന്നെയാണ് നമ്മുടെ വീഴ്ച. ഞാനെന്ന അഹന്ത. പരിമല തിരുമേനി പരിശുദ്ധനാണ്. ഈ കബറിടത്തിൽ നമ്മൾ വന്നത് എന്തിനാ? ഈ പരിശുദ്ധിയെ തേടിയ. അപ്പോൾ പരിമല തിരുമേനി കൊച്ചു ശിശുവിനെ, കുഞ്ഞ് പാല് കുടിക്കുന്ന ഒരു കുഞ്ഞിനെ, അല്ല 1-2 വയസ്സുള്ളൊരു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറയാ, കുഞ്ഞെ, മോനെ, മോളെ, നീയാണ് പരിശുദ്ധൻ, ഞാൻ പാപിയാണ്. അത് വലിയ മഹാപരിശുദ്ധൻ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അയലത്തെത്തുകയല്ല, എങ്ങും എത്തുകയല്ല. യോഹന്നാൻ സ്നാപകൻ യേശുവിൻ്റെ മുന്നിൽ തലകുനിച്ചു, ഇല്ലേ? തിരിച്ചു പറയാം, യേശു തമ്പുരാൻ യോഹന്നാൻ സ്നാപകൻ്റെ മുന്നിൽ തലകുനിച്ചു. മാമോദീസായൽക്കാണ് തലകുനിച്ച്, യോഹന്നാൻ സ്നാപകൻ്റെ മുന്നിൽ തലകുനിച്ച് നിന്ന യേശു മാമോദീസായേറ്റ് പരസ്യ ശുശ്രൂഷ തുടങ്ങുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് തൻ്റെ ശിഷ്യന്മാരോട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, അവനോ വളരണം, ഞാൻ എന്താവണം? ഞാനോ കുറയണം. ഐ ആം ദ ലീസ്റ്റ്. ഈ ഒരു അനുതാപ ചിന്തയാണ് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിൻ്റെ കാതൽ. എന്താണത്? അനുതാപം, റിപ്പൻറ്റൻസ്, കൺഫെഷൻ. ഇത് രണ്ടും പറയാം, അനുതാപവും റിപ്പൻറ്റൻസും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയിലൂടെ ലോകത്തിന് ആ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കിട്ടിയ നന്മയുടെ വിധി, അത് ദൈവത്തിൽ നിന്ന് സുപ്രീം കോടതി, ഭാരതത്തിൻ്റെ പരമോന്നത കോടതിയിൽ ആ ജഡ്ജിമാർ അവർക്ക് നൽകിയ നന്മയുടെ വെളിച്ചമാണ് ഈ അടുത്ത സമയത്ത്. എന്താ മനോഹരമായൊരു ദിവസത്തിൽ, എന്നാ ജൂലൈ 3 അല്ലേ? ഈ മാസം ഇതിൻ്റെ ആരംഭം ജൂലൈ 3, ജൂലൈ 3 സെൻറ് തോമസിൻ്റെ മക്കൾക്ക് നൽകിയ നന്മയുടെ വിധി. നമ്മൾ അഹങ്കരിക്കരുത്. അതേ, മാറി നിൽക്കുന്നവരുണ്ടല്ലോ, അവർ വരട്ടെ, അവർ പ്രവേശിക്കട്ടെ, അവരെ സ്വാഗതം ചെയ്യാം. നന്മ തിരിച്ചറിഞ്ഞ് മലങ്കര ഓർത്തഡോക്സ് സഭ മാർത്തോമാ ശ്ലീഹായുടെ പാദസ്പർശമേറ്റ മലങ്കരയുടെ മണ്ണിൽ വിദേശ സഭകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ മാർത്തോമാ ശ്ലീഹ കൊളുത്തിയ ദീപം, നിരണം വലിയ പള്ളി ആരുടെ നാമത്തിലാണ്? ഒറ്റൊരു പരിശുദ്ധ, ലോകത്തിലെ ദൈവത്തിൻ്റെ അമ്മയാണ്, അമ്മയുടെ നാമത്തിലാണ് നിരണം വലിയ പള്ളി. മാർത്തോമാ ശ്ലീഹ അമ്മയുടെ മുന്നിൽ തലകുനിച്ചു. അമ്മയുടെ ഇടക്കെട്ട് മാർത്തോമാ ശ്ലീഹയ്ക്ക് കിട്ടിയതായ ഒരു പാരമ്പര്യവും ഉണ്ട്, ഇല്ലേ? അമ്മ സ്വർഗത്തിലേക്ക് ദൈവപുത്രൻ അമ്മയുടെ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ ശ്ലീഹന്മാർ ഓയാറിൽ ആ വലിയ രഥത്തിനടുത്തേക്ക് അഗ്നിരഥത്തിൽ എടുക്കപ്പെടുമ്പോൾ തോമാ ശ്ലീഹായ്ക്ക് ആ പരിശുദ്ധി, അമ്മ പുത്രനെ പ്രസവിച്ച അമ്മ പരിശുദ്ധിയുടെ അടയാളമായി തൻ്റെ ഇടക്കെട്ട് താഴേക്കിട്ടു. തോമാ ശ്ലീഹ ലേറ്റായി പോയി,
കണ്ടുപിടിക്കാൻ. പക്ഷേ ദൈവത്തിൻ്റെ കരുതലാണ്. പ്രിയപ്പെട്ടവരെ, ആ തോമാസ് ലീഗ, ഭാരതത്തിൻ്റെ അപ്പോസ്തലൻ, നമ്മുടെ അപ്പോസ്തലൻ, കൊളുത്തിയ വിശ്വാസത്തിൻ്റെയും ദൈവിക നന്മയുടെയും സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. വിഘടിച്ചോ അല്ലെ പ്രതികൂലിച്ചോ നിന്നവർ ഈ കൂട്ടത്തിലെയാണ്, നമ്മുടെ കൂട്ടത്തിലെ. സുപ്രീം കോടതി പറഞ്ഞു, ഇവിടെ ഒരു ഭരണഘടന 1934 ഭരണഘടന മലങ്കരയുടെ മക്കൾക്ക് ദൈവം തമ്പുരാൻ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയിലൂടെ, പരുമല തിരുമേനിയുടെ അരുമശിഷ്യനിലൂടെ, അല്ല നമുക്ക് പറയാം പരുമല തിരുമേനിയിലൂടെ, അങ്ങനെയും പറയത്തില്ലേ? പറയാം. പരുമല തിരുമേനിയെ തൊട്ട ശിഷ്യന വട്ടശ്ശേരി തിരുമേനി. അതിലൂടെ നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെ ഈ വിശ്വാസത്തിൻ്റെ കാതലെന്താ? പരസ്പരം യു ലവ് വൺ അനദർ ആസ് ഐ ലവ് യു, യു ലവ് വൺ അനദർ ആസ് ഐ ലവ് യു. ഇതാണ് ടെസ്റ്റ്. യേശു തമ്പുരാൻ പരസ്പരം സ്നേഹം, കരുതൽ, പങ്കുവെക്കൽ. അതെ, നമ്മൾ അങ്ങനെയാവണം. വരട്ടെ, തലക്കനം കൂടാതെ. നമ്മൾ വിജയിച്ചു എന്നല്ല, ദൈവം മുമ്പാകെ അനുദപിക്കാം. ഈ സുപ്രീം കോടതി വിധിയിലൂടെ നിങ്ങളോട് ബലഹീന എനിക്ക് പറയാനുള്ളത്, ഞാനും അനുദപിക്കാം. ഒന്നുകൂടി നന്മയിൽ ജീവിപ്പാൻ, പ്രതികൂലിച്ച് നിന്നവർ നന്മയിലേക്ക് തിരിച്ചു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നാം എല്ലാവർക്കും സംഗതിയാക്കട്ടെ. പരിശുദ്ധാത്മാവിന് വിരോധമായ പാപം എന്താ? നന്മയെ തിന്മയെന്ന് വിളിക്കുന്ന ഉത്തരവാദ. യേശുരാൻ പറഞ്ഞില്ലേ, എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും. പക്ഷേ പരിശുദ്ധാത്മാവിന് വിരോധമായ പാപം പറയുന്നവനും ചെയ്യുന്നവനും അവനോട് ക്ഷമിക്കില്ല. എന്താ അത്? പരിശുദ്ധാത്മാവിന് വിരോധമായ പാപം പൂർണ്ണ നന്മ, അത് നന്മയാണെന്ന് അറിഞ്ഞിട്ട് അതിനെ തിന്മയെന്ന് വിളിച്ച, അതാണ് പരിശുദ്ധാത്മാവിന് വിരോധമായ പാപം. നന്മയുടെ മക്കളായി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മക്കൾ നന്മയിൽ വളർന്ന് പ്രതികൂലിച്ച് നിൽക്കുന്നവരെ, അതാ മനസ്സേമായാവുന്ന എല്ലാവരെയും നമ്മുടെ നന്മ പ്രവൃത്തി, നന്മ ചിന്ത, നന്മ വാക്കുകൾ കൊണ്ട് അവരെയും സ്വീകരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നാം എല്ലാവരെയും യോഗ്യരാക്കട്ടെ.